ഇസ്രയേലിൻ്റെ യുദ്ധം പുതിയ തലങ്ങളിലേക്ക് കടക്കുകയാണ്, കൂടുതൽ വിപുലമാവുകയാണ്. ഇപ്പോൾ ഇറാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇറാൻ കുറച്ച് മിസൈലുകൾ അങ്ങോട്ട് വിട്ടു എന്ന് പറഞ്ഞിട്ടൊക്കെ പൊതുവെ ഒരു ആഘോഷങ്ങളൊക്കെ ഉണ്ട് സോഷ്യൽ മീഡിയയിൽ. പക്ഷേ പലതും പൊട്ടിയില്ല, ചീറ്റിപ്പോയി എന്നൊക്കെ അങ്ങനെയും പറയുന്നുണ്ട്. ഇസ്രയേലിന് ആൾനാശം സംഭവിച്ചതായിട്ടൊന്നും റിപ്പോർട്ടില്ല. അതിനൊപ്പം തന്നെ ലെബനനിൽ കയറി കരയുദ്ധവും ഇസ്രയേൽ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഈ ഒക്ടോബർ 7-ന് ഹമാസ് ചെയ്ത ആ ഒരു ഭീകരപ്രവർത്തനത്തിൻ്റെ ബാക്കിയായിട്ട്, അതായത് ഇപ്രാവശ്യം കൊണ്ട് തന്നെ ഫുള്ള് തീർക്കുമെന്നുള്ള, അല്ലെങ്കിൽ എതിരാളികളെ തീർത്ത് കളയുന്നുള്ള ഒരു ഇതിൽ തന്നെയാണ് ഇസ്രയേൽ മുന്നോട്ട് പോകുന്നതെന്ന് തോന്നുന്നു. എന്ത് കരുതുന്നു അതിനെപ്പറ്റി? അതെ, തുടക്കം മുതൽ അതിൻ്റെ സീക്വൻസ് ഒന്ന് ആലോചിച്ച് നോക്കുക. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7-ന് ഹമാസ് ഒരു അറ്റാക്ക് നടത്തുന്നു. ഭീകരമായ അറ്റാക്കായിരുന്നു. 1400 പേര് കൊല്ലപ്പെട്ടു, നിരവധി പേര് ബലാത്കാരം ചെയ്തു, കുട്ടികളെ പിടിച്ചുകൊണ്ടുപോയി, കുട്ടികളെ വെടിവെച്ചു വന്നു, വലിയ അതിക്രമം. ഒക്ടോബർ 8-ന് ഇസ്രായേൽ തിരിച്ചടിക്കാൻ തുടങ്ങി ഹമാസിനെ. ആ അടി കൊണ്ട് ഹമാസ് ഇപ്പോൾ ഏകദേശം നട്ടെല്ലൊടിഞ്ഞ് അവശ്യ നിലയിൽ സ്ട്രെച്ചറിൽ കിടക്കുകയാണ്. ബട്ട് പ്രാണൻ പോയിട്ടില്ല. അവിടെ ഇവിടെയൊക്കെ ചില്ലറ ശല്യം ചെയ്യാനുള്ള പ്രാണനിപ്പോഴും ബാക്കിയുണ്ട് അവർക്ക്. അപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹിസ്ബുള്ള ഇടയ്ക്കിടയ്ക്ക് ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ ഹിസ്ബുള്ളയ്ക്ക് പലതവണ ഇസ്രായേൽ വാണിംഗ് കൊടുത്തു, 1-2 തവണ ചെറിയ തിരിച്ചടികളും കൊടുത്തു. ഹിസ്ബുള്ളയോട് പറഞ്ഞു, നിങ്ങളിതിൽ ഇടപെടരുത്, വെറുതെ വഷളാക്കരുത് എന്ന് പറഞ്ഞു. ഹിസ്ബുള്ള കേട്ടില്ല. അപ്പോൾ ഹമാസ് കിടപ്പിലായി എന്ന് മനസ്സിലായ ഇസ്രായേൽ ഹിസ്ബുള്ളയ്ക്കെതിരെ തിരിഞ്ഞു. ഹമാസിൻ്റെ പ്രത്യേകത, ഗസ ഇസ്രായേലിൻ്റെ അധീശതയിലുള്ള ഒരു സ്ഥലം തന്നെയാണ്. അവിടെ ഫത്താ പാർട്ടി ഭരിച്ചുകൊണ്ടിരുന്നു. ആ ഫത്താ പാർട്ടിയെ അട്ടിമറിച്ചിട്ടാണ് ഹമാസ് അധികാരത്തിൽ വരുന്നത്. വെസ്റ്റ് ബാങ്കിൽ പടിഞ്ഞാറ് വശത്ത് ഇപ്പോഴും ഫത്താ പാർട്ടിയാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് അവിടം ശാന്തമായിട്ടിരിക്കുന്നു. 1-2 ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ശാന്തമാണ്. അപ്പോൾ ഇവർ ഹമാസ് കിടപ്പിലായി കഴിഞ്ഞപ്പോൾ ഇവർ ഹിസ്ബുള്ളയ്ക്കെതിരെ തിരിഞ്ഞു. ഹിസ്ബുള്ളയ്ക്കെതിരെ തിരിഞ്ഞപ്പോൾ അവർ നോക്കിയപ്പോൾ നിഷ്കളങ്കരായ ലെബനൻ ജനതയും മരിച്ചു പോകും. ഈ ലെബനൻ്റെ ചരിത്രം ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കണം. 1985 വരെ ലെബനൻ ക്രിസ്ത്യൻ രാജ്യമായിരുന്നു. ക്രിസ്ത്യാനികൾക്കായിരുന്നു ഭൂരിപക്ഷം, മുസ്ലിങ്ങൾക്ക് കുറവായിരുന്നു. പെട്ടെന്ന് ലെബനന് യേശുക്രിസ്തു ആകണമെന്നൊരു മോഹം. ലെബനൻ അഭയാർത്ഥികൾക്ക് വേണ്ടി വാതിൽ തുറന്നു. അന്ന് ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ഇംഗ്ലണ്ട്, അമേരിക്കയിൽ നുഴഞ്ഞുകയറ്റക്കാർ വരുന്നുണ്ട്, പക്ഷെ അനുവദിക്കുന്ന ഒരു സ്ഥിതിയില്ല. ഇവരാരും തുറക്കാത്ത വാതിൽ ലെബനൻ തുറന്നു. 1985 5 വർഷം കഴിഞ്ഞപ്പോൾ 1991 6-ാമത്തെ വർഷം ഹിസ്ബുള്ള നിലവിൽ വന്നു. ക്രിസ്ത്യാനികൾ ന്യൂനപക്ഷമായി. ഇന്നിപ്പോൾ ക്രിസ്ത്യാനികൾക്ക് വോയിസ് പോലുമില്ല ലെബനനിൽ. ലെബനൻ വാസ് എ ക്രിസ്ത്യൻ സ്റ്റേറ്റ്. ഇത് കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് ഒരു പാഠമാണ് ഇപ്പോഴും. അപ്പോൾ ലെബനനെ അറ്റാക്ക് ചെയ്യാൻ നേരത്ത് ഇസ്രായേലിന് ഈ ധർമ്മസങ്കടമുണ്ട്, നിഷ്കളങ്കരായ ലെബനീസ് ജനത മരിക്കരുത്. അതുകൊണ്ടാണ് അവർ പേജർ വാക്കി ടോക്കി സ്ഫോടനത്തിലേക്ക് പോയത്. തൊട്ടടുത്ത് നിൽക്കുന്ന ആളിന് പോലും പരിക്ക് പറ്റില്ല, ഇയാളുടെ മാത്രം ശരീരം തകർന്നു പോകും. പേജർ പോക്കറ്റിലാണെങ്കിൽ നെഞ്ചു പോകും, പേജർ പാൻറ്റിൻ്റെ പോക്കറ്റിലാണെങ്കിൽ അരക്കെട്ട് തകർന്നു പോകും. അപ്പോൾ അതിൽ ശ്രദ്ധിച്ച് നോക്കിയിരുന്നു, അതിൽ മരിച്ച ആൾക്കാരുടെ എണ്ണം കുറവാണ്, പരിക്കേറ്റവരുടെയാണ് എണ്ണം കൂടുതൽ. അവരെല്ലാവരും ഹിസ്ബുള്ളയുടെ കമാൻഡർമാരുമാണ്. ഈ പരിക്കേറ്റവൻ ഇവർക്കൊരു ബാധ്യതയാണ് ഹിസ്ബുള്ളയ്ക്ക്. മരിച്ചവൻ ബാധ്യതയല്ല. മരിച്ചവനെ പെട്ടിയിൽ ആക്കി വിട്ട് കഴിഞ്ഞാൽ ജോലി കഴിഞ്ഞു. ഇതങ്ങനെയല്ല. ഇവനെ ആശുപത്രിയിലിട്ട് പരിചരിക്കണം. അതാര് ചെയ്യും? അതിൻ്റെ റിസോഴ്സസ്, അതൊരു വലിയ തലവേദനയാണ്. 37 പേര് മരിക്കുക, 3000-ലധികം പേർക്ക് പരിക്ക് പറ്റുക. ഇതാണ് ഹിസ്ബുള്ളയ്ക്ക് കൊടുത്ത സമ്മാനം ഇസ്രായേൽ. അപ്പോൾ ഹിസ്ബുള്ള വല്ലാതെ വിഷമിച്ചു.